ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവർക്കും ഐഷൻ ക്രിയേഷൻസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി അഡാർ പലഹാര വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് ചായക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, അവർ കഴിച്ചാൽ പിന്നെ വിടാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാം. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനാവശ്യമായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിന് ബ്രെഡാണ് വേണ്ടത് കേട്ടോ. ഞാൻ സ്ലൈസ് ചെയ്ത ബ്രെഡ് പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രെഡിൽ ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ അടുത്തത് വേണ്ടത് മുട്ടയാണ്. എല്ലാവരുടെ കയ്യിലും മുട്ട ഇരിക്കുമല്ലോ. അതായത് ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. 4 ബ്രെഡിന് നമുക്ക് ഒരു മുട്ട മതി കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണക്ക് എടുത്തത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഫസ്റ്റ് ആ ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നതാണ്. ഫസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ബീറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് ഇച്ചിരി ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചേർക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടല്ലോ, പെപ്പർ, അത് പൊടിച്ചു വെച്ചത് വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരിച്ചിരി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടാത്തവരാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഷുഗറാണ് കേട്ടോ, പഞ്ചസാര ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ചില ബ്രെഡൊക്കെ നല്ല ഷുഗറുള്ള ബ്രെഡായിരിക്കും, ചിലപ്പം ഷുഗർ കമ്മിയായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം ബ്രെഡിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 3 ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതായത് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുരുമുളകിലൊക്കെയുള്ള ആ ഒരു അതിൻ്റെ പൊടിയൊക്കെ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കാണ് മെയിൻ സാധനം ചേർക്കുന്നത് കേട്ടോ. പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാലും കൂടെ ഇച്ചിരി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഈ ഒരു സ്നാക്സിനെ നല്ല സ്വാദിഷ്ടമാക്കും കേട്ടോ. കൂടാതെ നല്ല സോഫ്റ്റിയും കൂടെ ആക്കും. അപ്പം അതുകൊണ്ടാണ് പാലും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ പിന്നെ വിടില്ല കേട്ടോ, ഇതിന് അഡിക്റ്റ് ആവും. അപ്പോൾ അയവൂട്ടനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവന് മിക്കവാറും സ്നാക്സ് ബോക്സിൽ ഞാനിത് കൊടുത്തു വിടാറുണ്ട്. അപ്പം അങ്ങനെയാണ് ബാക്കിയുള്ളവർക്കും കൂടെ ഓരോ ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ പാന് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ച് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ നെയ്യിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പാനിലാക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എണ്ണയാണ് ആക്കിയിരിക്കുന്നത്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പലഹാരമൊന്നും അല്ല ഇത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്ത ആ ബ്രെഡ് ഓരോന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഈ മുട്ട മിക്സ് ചെയ്ത മിക്സിലേക്ക് ഇത് നന്നായിട്ട് 2 വശവും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. പിന്നെ 4 സൈഡും കൂടെ ഇങ്ങനെ നമ്മൾ മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു മിക്സ് പിടിക്കണം കേട്ടോ ബ്രെഡിൻ്റെ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
എന്നിട്ട് അതങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് വച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ ഞാൻ 2 ബ്രെഡ് ഫസ്റ്റ് ടൈം വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം വന്നിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, പിന്നെ ഇത് നന്നായിട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സൈഡിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ബ്രെഡ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അവരുടെ സ്നാക്സ് ബോക്സിലേക്ക് ഒരു നാൾ ഈ ഒരു ഡിഷ് ആക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇത് ഞാൻ ആ ബ്രെഡ് തൊടുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ? നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു മിൽക്കിൻ്റെ ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളും അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് നല്ല അടിപൊളി ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മഴയൊക്കെ ഉള്ള സമയങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. ചൂട് ചായയുടെ കൂടെ ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സ് പിന്നെ പറയാനില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ അതുവരേക്കും ബായ്. Thank you for watching all. Thank you.